എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വച്ചിരുന്ന ഷെയറുകളാണ്. ഏകദേശം 23 ഷെയർ ഉണ്ടായിരുന്നു. അതിൽ 4 ഷെയർ ആവറേജ് വന്ന് താഴ്പ്പാൻ ചാൻസ് ഉള്ള ഷെയറുകളായിരുന്നു. ഇതിൽ 4 ഷെയറിൽ ഈ 2 ഷെയർ ഈ ഭാഗ്യനഗർ എന്ന് പറയുന്ന ഷെയറും പിന്നെ ടെക്നോ ഇലക്ട്രിക് എന്ന് പറയുന്ന ഷെയറും ആവറേജിന് മുകളിൽ ട്രേഡായിട്ട് തിരിച്ചിറങ്ങി ഈ ലെവലിൽ താഴെ പോയപ്പോൾ കുറച്ചിറങ്ങിപ്പോയി നല്ലതായിട്ട്. ബാക്കി 2 ഷെയറും ആവറേജിന് മുകളിൽ തന്നെ ട്രേഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഏകദേശം 10 ഷെയർ 23 ഷെയറിൽ 10 ഷെയർ പിന്നെ ചെറിയൊരു ചാൻസ് വേറെ ഷെയറിനകത്ത് വന്നിട്ടുണ്ട്. 10 ഷെയറിനകത്ത് നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഷെയറുകളെ കുറച്ച് ഷെയറുകൾ നമുക്ക് നോക്കാം. അത് ഈ ഭാഗ്യനഗറിൻ്റെ ആവറേജ് 105. ഭാഗ്യനഗർ ഹൈ ഏകദേശം 106 വരെ പോയിട്ട് 105 താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 105 താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ അവിടുന്ന് ഏകദേശം 99 90 കാണിക്കുന്നു. അപ്പോൾ ഒരു 5 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നു. പിന്നെ അത് ആവറേജ് വരുന്നു, താഴെ പോകുന്നു, വീണ്ടും ആവറേജ് വരുന്നു, താഴെ പോകുന്നു. അങ്ങനെ ട്രേഡ്. അതിനുശേഷം മുകളിലോട്ട് കയറിയിട്ടില്ല. അതിനുശേഷം ടെക്നോ ഇലക്ട്രിക് എന്ന് പറയുന്ന ഷെയർ, ടെക്നോ ഇലക്ട്രിക് അതിൻ്റെ ആവറേജ് 816. അപ്പോൾ അത് ഇതുണ്ടല്ലോ, ആദ്യം ഓപ്പണിങ് റേഞ്ചിൽ 813 വന്നിട്ട് 801 വരെ പോയി. അതിനുശേഷം അത് 820 വരെ പോയി. അതിനുശേഷം 816 ഈ റേഞ്ചിൽ നിന്ന് താഴെ പോകുന്ന സമയത്ത് നമുക്ക് എൻട്രി. ഇവിടുന്ന് ആദ്യത്തെ പ്രാവശ്യം 816 രൂപ തരുന്നുണ്ട്. വീണ്ടും അത് ഏകദേശം 818 വരെ പോകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 808, ലാസ്റ്റിലത് 805 വരെ തരുന്നുണ്ട്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അത് കയറി പോയിട്ടില്ല. പിന്നീട് നമുക്ക് R1 റെസിസ്റ്റൻസ് ലെവലിൽ നിന്നൊക്കെ ചാൻസ് വന്നത് സൂര്യ റോഷിനി എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പണായി മുകളിലോട്ട് കയറിപ്പോയി. R1 മുകളിൽ ട്രേഡായി. അതിനുശേഷം R1 കട്ട് ചെയ്തു. R1 കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 822, 21 ആ റേഞ്ചിൽ എടുത്താൽ നമുക്ക് ഏകദേശം 788, ഏകദേശം 33-34 രൂപ പ്രോഫിറ്റ് തരും. അതിനുശേഷം അത് കയറി പോയിട്ടില്ല. എൻ്റെ ഇവിടെ നോക്കിയാൽ മതി. എൻ്റെ R1 എത്രയാണ്? 822.40. അതിന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് KPI ഗ്രീൻ എന്ന് പറയുന്ന ഷെയർ, KPI ഗ്രീൻ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി താഴോട്ടിറങ്ങി 1467 നമ്മൾ എൻട്രി എടുത്താൽ അതിൻ്റെ അടുത്ത ക്യാൻഡിലിൽ തന്നെ നമുക്ക് 1934, 1967 33 രൂപ അവിടെ പ്രോഫിറ്റ്. അതിന് ശേഷം വീണ്ടും ഇറങ്ങി 927 ആ റേഞ്ചിൽ തന്നെ ട്രേഡ് ആകും. നല്ല പ്രോഫിറ്റ് അതിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒലക്ട്ര എന്ന് പറയുന്ന ഷെയർ, ഒലക്ട്ര ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണായിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കയറി പ്രീവിയസ് ഡേ കട്ട് ചെയ്തു. R1 കട്ട് ചെയ്തു. R1 മുകളിൽ ട്രേഡായി. R2 പോയില്ല, തിരിച്ച് ഇവിടാണ് ഇറങ്ങുന്നത് 1398. നമ്മളിവിടാണ് എൻട്രി എടുക്കേണ്ടത്. ഇവിടെ എടുത്താൽ അത് വീണ്ടും പോയി 20 രൂപ മുകളിൽ പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ ഹൈ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കുന്നുണ്ട്. ആ റേഞ്ചിൽ പോയിട്ടില്ല. അതിനുശേഷം തിരിച്ചിറങ്ങി 1384, ലാസ്റ്റായപ്പോൾ 1365. നമ്മൾ എടുക്കുന്നത് 1398.
98, ഇവിടെ 30-35 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. പക്ഷേങ്കിൽ പുതിയ ട്രേഡേഴ്സൊക്കെ ആണെങ്കിൽ ഇത്രയും ഹൈ സ്റ്റോപ്പ് ലോസ് വരുമ്പം ഇതുപോലുള്ള ഷെയർ അവോയ്ഡ് ചെയ്യുക. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എൻട്രി എടുത്താൽ ഈ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മാത്രം മതി. അതിനുശേഷം ഇമാമി ലിമിറ്റഡ് ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണായി, പ്രീവിയസ് ഡേ ഹൈറ്റ് ചെയ്തു, നേരെ പോയി R1 കട്ട് ചെയ്ത് താഴെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 583 എൻട്രി എടുത്താൽ ഏകദേശം 568, 15 രൂപയ്ക്ക് അടുത്ത് പോയി. പിന്നെ ഇത് ആവറേജ് വരും, തിരിച്ചു പോകും, വീണ്ടും ഇങ്ങനെ ലാസ്റ്റിൽ ആവറേജിലോട്ട് കയറുന്നതായി കാണുന്നത്. നല്ല പ്രോഫിറ്റ് ഇതിനകത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഓപ്പണിങ്ങിൽ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ആയതിനു ശേഷം പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു, തിരിച്ചിറങ്ങി. നമ്മളിവിടെ ഇറങ്ങുന്ന സമയത്ത് 768 റേഞ്ച് എൻട്രി എടുത്താൽ 757, 10 രൂപ. അതിനുശേഷം അത് കുറേ നേരം ലാസ്റ്റ് ടൈമിൽ അത് തിരിച്ച് കയറിപ്പോയി. നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതിനുശേഷം ഈ കയറി പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഇറങ്ങുന്നില്ല, നേരെ കയറി പോവാണ്. നേരെ കയറിപ്പോയി കറക്റ്റ് R2 ടച്ച് ചെയ്തു ഇറങ്ങി. ഞാൻ ഈ റേഞ്ചിൽ കറക്റ്റ് എൻട്രി എടുത്ത് താഴെ കവർ ചെയ്യുമായിരുന്നു. ഇവിടെ ഒരു എൻട്രി എടുത്താലും 893 വന്നാൽ 20 രൂപയ്ക്ക് അടുത്ത് 20 റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം അഫിൽ എന്ന് പറയുന്ന ഷെയർ, അതും ഇവിടെ അഫിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, R1 വന്നില്ല, തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 1326 എടുത്താൽ 17, വലിയ പ്രോഫിറ്റ് കിട്ടുന്നില്ല. വീണ്ടും അവിടെ തന്നെ ട്രേഡായി ലാസ്റ്റ് ടൈം ചെറിയ പ്രോഫിറ്റ് തരുന്നുണ്ട് ഇത്. അതിനുശേഷം സ്പന്ദന ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പണായി, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തില്ല. ഇവിടെ എൻട്രി എടുത്താൽ നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല, ഇത് കട്ട് ചെയ്യാത്തതുകൊണ്ട്. അടുത്ത രണ്ടാം ക്യാൻഡിൽ കട്ട് ചെയ്തു. അതിനുശേഷം മുകളിലോട്ട് വൺ സൈഡ് മൂവ്മെൻറ്റാണ്, മുകളിലോട്ട് പോയി. ഇവിടെ ഈ രണ്ടാം ക്യാൻഡിൽ ഇവിടെ കട്ട് R1 കട്ട് ചെയ്തിട്ട് അന്നേരം തന്നെ ഇറങ്ങുന്നുണ്ട് ഇവിടെ. പക്ഷെ അത് പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് 1147, 35 റേഞ്ചിൽ പോകുന്നുണ്ട്. പക്ഷേ അത് നല്ല സ്പീഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനൊക്കെ പറ്റും. നമുക്ക് ഇതിങ്ങനെ കയറിപ്പോയി ഇതാദ്യം ഒരു ഹൈ അടിച്ചു, അതിനുശേഷം തിരിച്ച് ഇവിടെ എൻട്രി എടുത്തായിരുന്നു ഇവിടെ ഈ ഏരിയ ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം വീണ്ടും കയറിപ്പോയി തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എൻട്രി എടുക്കണം. 1147 എൻട്രി എടുത്താൽ നമ്മൾ ഇതിന് മുകളിൽ തന്നെ ഹൈയിൽ തന്നെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ ഇവിടുന്ന് 47 30, 25 ലാസ്റ്റ് ആയപ്പോഴത്തേന് 27 രൂപ പ്രോഫിറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ റെയിൽടെൽ എന്ന് പറഞ്ഞാൽ കുറേ ഷെയറുകളുണ്ട്. എല്ലാത്തിനകത്തും റെയിൽടെൽ ആദ്യം ഇവിടെ 358 സംതിങ് അതിൻ്റെ R1 അവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ 352 വരെ വരുന്നുണ്ട്. പിന്നെ തിരിച്ച് കയറിപ്പോയി തിരിച്ച് വീണ്ടും ഈ റേഞ്ച് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്തായിരുന്നെങ്കിൽ 2 പ്രാവശ്യം. പക്ഷെ അധികം പ്രോഫിറ്റ് ഇല്ല, 58 എന്നാൽ 6 രൂപ ആ റേഞ്ചിലൂടെ കിട്ടുന്നുള്ളൂ. അപ്പം വേറെ കുറേ ഷെയർ 1-2 ഷെയറുകളുണ്ട്. പക്ഷേ ഇത്രയും കാണുമ്പോൾ നമുക്കറിയാമല്ലോ മൂവ്മെൻ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഇനി നമുക്ക് നാളത്തെ ട്രേഡിങ്ങിനുള്ള ഷെയർസ് നോക്കാം. നാളത്തെ ഷെയറുകൾ ഇതാണ്. നാളത്തേനുള്ള ഷെയറുകൾ 24 ഷെയർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മൈനസ് പോയ ഷെയറിനത് ഷെയർ വീക്കാണെന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ എടുത്തിട്ടതേ ഉള്ളൂ. ആവറേജിനടുത്ത് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ 3 ഷെയറുകൾ, 1 BBTC, 2 ജ്യോതി ലാബ്, 3 ഡ്രഡ്ജിങ് കോർപ്പറേഷൻ, ഈ 3 ഷെയറും
നമുക്ക് ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഷെയറുകളെല്ലാം നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയോ അതല്ല R1 R2 റേഞ്ച് ഏതാണോ പോയിട്ട് താഴോട്ട് ഇറങ്ങുന്നത് ആ സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ 9-ാം തീയതി ഞാനൊരു ഷോർട്ട് ടൈം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു ഷെയർ കാണിച്ചു തരാം. ഞാൻ ഷോർട്ട് ടൈം ഈ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ആകെ 3 വീഡിയോ ഷോർട്ട് ടൈം ചെയ്തിട്ടുള്ളൂ. 3 അല്ല 2 വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഈ 2ാമത്തെ വീഡിയോ ആണിത്. അതിൽ HCC മാത്രം ഇതിൽ ചാൻസ് എടുത്താൽ മതി. ഈ 11 എടുക്കാൻ കുഴപ്പമില്ല. ബൈങ് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുവാണെങ്കിൽ അത് 520 ക്ലോസിങ്, അന്നത്തെ ക്ലോസിങ്. പിന്നീട് 500 റേഞ്ചിൽ വേണമെങ്കിൽ എടുക്കുന്നവർക്ക് ഈ റേഞ്ചിലും എടുക്കാം. 500 വരാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം 9-ാം തീയതി അത് 500-ന് താഴെ ഒരു പ്രാവശ്യം അത് ട്രേഡായി. ഞാനത് കാണിച്ചു തരാം. 9-ാം തീയതിക്ക് ശേഷം 31 റേഞ്ച് ഉണ്ട്. ഈ ഷെയർ ഇവിടെ എടുക്കണ്ടേ? 27 റേഞ്ചിലൊക്കെ എപ്പോഴും കറക്ഷൻ ടൈം 27, 26 റേഞ്ച് കിട്ടുവാണെങ്കിൽ ചാൻസ് എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഈ റേഞ്ചിൽ 31 എടുക്കണം. ഡിസംബർ അത് ഒരു ഇത് കണ്ടില്ലേ? ഈ ഒരു റേഞ്ച് 27, 26 റേഞ്ച് അതല്ലേ. പിന്നെ ഈ റേഞ്ച് 23 ഡിസംബർ. തൽക്കാലം ഈ HCC ബാക്കി ചാൻസ് ട്രൈ ക്ലോസിങ് 524. നേരത്തെ പറഞ്ഞ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡിസ്ക്ലെയിമറൊക്കെ വായിച്ചതിന് ശേഷം ട്രേഡ് എടുക്കുക. നല്ലൊരു എല്ലാവർക്കും ഒരു പ്രോഫിറ്റ്. ഡിസംബർ 8 എൻട്രി ആയിരിക്കും. ബൈ. 8-ന് നോക്കിയാൽ മതി. അതിൻ്റെ ക്ലോസിങ് ഇവിടെ നോക്കിയാൽ മതി. ക്ലോസിങ് 524.90. അതിനുശേഷം ഞാനത് പറഞ്ഞ് 500 റേഞ്ച് വരുമ്പോൾ ചാൻസ് എടുക്കാം. അതല്ലെങ്കിൽ ഈ റേഞ്ച് 524 തന്നെ എടുക്കാം. പക്ഷേങ്കിൽ അത് അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഷെയറല്ല മാർക്കറ്റ് ഒന്ന് ക്രാഷ് ആയ ടൈമിൽ അത് ഈ ലോയിൽ പോയി. അതിൻ്റെ ലോ അന്നത്തെ എത്ര? 488.20. അതിനുശേഷം അടുത്ത ദിവസം തന്നെ 500 മുകളിൽ കയറി വന്നു. ഡിസംബർ 9-ന് കൊടുത്ത. ഇന്നത്ര ജനുവരി 1. അന്ന് 524 എടുത്തെന്ന് പറഞ്ഞാലും ഇന്നത് അപ്പുറ സർക്കിട്ട 100 രൂപ മുകളിലായി. ഞാനീ പറയാൻ കാരണം, ഞാൻ മാസത്തിൽ 1-2 ഷോർട്ട് ടൈം വീഡിയോ ചിലപ്പോൾ ചെയ്തെങ്കിൽ എനിക്കത് നല്ല കറക്റ്റ് ചാൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഇതിനകത്ത് ഷെയറുകൾ തരുന്ന ഷെയറിന് ഡെലിവറി എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവർ അതിൽ ചാൻസ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഓരോരുത്തരുടെ റിസ്ക് അറിയാമല്ലോ. നോർമലി നല്ല റിട്ടേൺ തരാറുണ്ട്. ഞാൻ കൊടുത്തതിൽ ഇതുവരെ ഒരു ഷെയർ പോലും ഒരു മിനിമം 5% 5 to 100% മുകളിൽ വരെയും കൊടുത്തിട്ടുണ്ട് ഷെയറുകൾ. അതിൽ 1-2 ഷെയർ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഞാൻ പറഞ്ഞ ലെവലിൽ മാത്രം നിൽക്കുന്ന, താഴെ പോലും പോയിട്ടില്ല അധികം. അപ്പോൾ ചാൻസ് എടുക്കുക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറോടോ അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചിട്ട് ഷെയറിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചാൻസ് എടുക്കുക. ഞാനിത് പറയുന്ന പലരും വീഡിയോ ഒന്നും അധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു, ഈ ഷോർട്ട് ടൈം വീഡിയോസ്. അപ്പോൾ ശ്രദ്ധിക്കുക. അതിൽ കാണുന്ന ഷെയറിനകത്ത് ചാൻസ് എടുക്കാൻ ശ്രമിക്കുക. എല്ലാം നോക്കി പറഞ്ഞ് ആരോട് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.